ഹായ് എവരി വൺ. ഇപ്പോൾ നമ്മൾ BPAG 174 ഒന്നാമത്തെ ബ്ലോക്ക് കംപ്ലീറ്റ് ആക്കി. രണ്ടാമത്തെ ബ്ലോക്കിൻ്റെ അവസാനത്തെ യൂണിറ്റ് 7ാമത്തെ യൂണിറ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. നമ്മളെ യൂണിറ്റിൻ്റെ പേരെന്താണെന്നറിയോ? ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ഡെവലപ്മെൻറ്റ്, സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, കേസ് ഫോർ ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളതാണ്. പേര് കേട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഐ തിങ്ക് ഇറ്റ് ഈസ് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് യൂണിറ്റ് ഇൻ അവർ ടെക്സ്റ്റ്. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു യൂണിറ്റാണിത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനും നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെയൊക്കെ ഒരു റിവൈസ് ആയിട്ടുള്ളൊരു ചെറിയൊരു കോർഡിനേഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു പാഠത്തിൽ പറയുന്നത്. അപ്പം ഇത് കേട്ട് പോയാൽ തന്നെ മറ്റുള്ള പാഠത്തിലുള്ള കാര്യങ്ങൾക്കും കൂടെ കുറച്ചും കൂടി ഒരു ക്ലാരിഫൈ അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നൊരു യൂണിറ്റാണത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ? അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം കുറച്ചധികം തന്നെ ഉണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ ഒരു യൂണിറ്റ് ഫുള്ളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇതൊക്കെ നമ്മൾ ഓരോ ക്ലാസ്സിലും ചർച്ച ചെയ്ത് വിശകലനം ചെയ്തിട്ടുള്ള സംഭവമാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു ക്ലാസ് നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. കാരണം മറ്റുള്ള യൂണിറ്റിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളും ഇതിലും പറയുന്നുണ്ട്. അപ്പം ഇത് കേൾക്കുമ്പം ഒന്നുകൂടെ അത് സിംപ്ലി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന സംഭവങ്ങളായിട്ട് തോന്നും. സോ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇപ്പം ഡെവലപ്മെൻറ്റ് എന്താണെന്നുള്ളത് നമുക്കറിയാലോ. അപ്പം ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അല്ലേ? ശരിക്കും ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വികസനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു നാട്ടിൽ വികസനം ഉണ്ടെന്ന് പറയുമ്പോൾ അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ പോവർട്ടി ഇല്ലാതാക്കുക. പോവർട്ടി ഇല്ലാത്തൊരു സ്ഥലത്തിനാണല്ലോ നമ്മളവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടായി എന്ന് പറയാം. അതുപോലെ തന്നെ ഈ അൺഎംപ്ലോയ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തതിനെയാണ് എന്ത് പറയുന്നത്? ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷനും ടെക്നോളജിയും ഒക്കെ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് എക്കണോമിക്കലായിട്ട് ഗ്രോത്ത് ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവുള്ളൂ? സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മളെന്താണ് കൂടുതൽ ടെക്നോളജിയിൽ ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഒരുപാട് ഇൻഡസ്ട്രിയലൈസേഷൻ നമ്മളെ രാജ്യത്ത് നടക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു എക്കണോമിക് ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ എൻവയോൺമെൻറ്റിന് അത് കൂടുതൽ ഡാമേജ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിൻ്റെ തന്നെ ഓവറായിട്ടുള്ള യൂസ് എന്തിന് കാരണമാകും? നമ്മുടെ എക്കോളജിക്കലായിട്ടുള്ള ഇംബാലൻസ് ഉണ്ടാക്കാൻ അത് കാരണമാകും. അത് ആ ഒരു എക്കോളജിക്കൽ ഒരിത് നശിച്ചു പോവുകയാണ് അതിലൂടെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആണ് എന്തുണ്ടാകുന്നത്? ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പം ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവാൻ എന്താണ്? പല കാരണങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഫോസിൽ ഫ്യൂൽസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ബേൺ ചെയ്യുന്നത്, അതുപോലെ കോള്, ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഇതൊക്കെ ബേൺ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് കാർബൺ പുറത്ത് വന്നിട്ട് അത് ഗ്രീൻ ഹൗസ് ഗ്യാസ്, കാർബൺ പെടുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ കൂടുതലായിട്ട് പുറന്തള്ളാൻ അത് കാരണമാവും. അതെന്താണ്? ഗ്ലോബൽ വാർമിങ്ങിൽ കാരണമാവും. ചൂട് വർദ്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് എത്തും. അത് പിന്നീട് എന്തിന് കാരണമാവും? ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് എത്തും. അപ്പം ഇത് ഓരോ കാര്യങ്ങളും ഇന്റർ റിലേറ്റഡ് ആണ് എന്നുള്ളതാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസ്, നമ്മളെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുണ്ടല്ലോ, ഇവർ കൂടുതലായിട്ടും ഒരു വൾണറബിൾ ആയിട്ടുള്ള ആളുകൾ. അവർക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ചിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവർക്ക് താങ്ങാൻ പറ്റില്ല. കാരണം അത്രയധികം സാങ്കേതിക വിദ്യകൾ അവിടെ ഉണ്ടാവില്ല. അപ്പം അവർക്ക് അത് അഡാപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ ലോ ആണെന്നുള്ള പറയുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മളെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ അധികം തന്നെ കാർബൺസ് പുറത്ത് വിടുന്നില്ല. എമിഷൻസ് വളരെ കുറവാണ് മറ്റുള്ള ഡെവലപ്ഡ് കൺട്രീസിനെ അപേക്ഷിച്ച്. നമ്മുടെ CO2 ഉണ്ടല്ലോ, കാർബൺ ഡൈ ഓക്സൈഡ്, അതൊക്കെ കൂടുതലായിട്ടും വരുന്നത് നമ്മുടെ ഡെവലപ്ഡ് കൺട്രീസിൽ നിന്നാണ്. അപ്പം അത് ഈ ഒരു ടെമ്പറേച്ചർ കൂട്ടാൻ കൂടുതലായിട്ടും കാരണമാകുന്നുണ്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ എത്രത്തോളം നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞു, അത് എത്രത്തോളം ഒരു ഗ്ലോബൽ കോപ്പറേഷൻ അതിന് വേണം എന്നുള്ളത്. അതിന് ഒരു പ്രിൻസിപ്പിൾ പോലും നൽകിയിട്ടുണ്ട്. എന്താണ്? കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്. അപ്പോൾ CBDR, കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട് കേട്ടോ. ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുണ്ട് ഈ CBDRനെ കുറിച്ചിട്ടും. എല്ലാ കൺട്രീസിനും എന്തിനും റെസ്പോൺസിബിലിറ്റി ഉണ്ട്? യെസ്, ക്ലൈമറ്റ് ചേഞ്ച് കുറക്കാനുള്ള കാര്യങ്ങൾ എടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. പക്ഷേ ഡെവലപ്ഡ് കൺട്രീസിന് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കാരണം അവരാണ് കൂടുതൽ എമിഷൻസ് പുറത്ത് വിടുന്നത്, അവരാണ്. സോ അവർക്കൊന്നും കൂടെ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പം അവരത് അംഗീകരിച്ചേ പറ്റൂ. അല്ലെങ്കിൽ അവരത് സാമ്പത്തികമായിട്ടും ടെക്നോളജിക്കലായിട്ടും മറ്റുള്ള രാജ്യങ്ങൾക്ക് സഹായിച്ചും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർ സഹകരിച്ചേ പറ്റൂ എന്നുള്ളതാണ് ഈ ഒരു CBDR എന്ന് പറയുന്ന ഈ ഒരു തത്വത്തിൽ പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പം അതാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത്. പിന്നീട് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്നുള്ളത്. ഇതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ താഴെ തന്നെ. അപ്പം അത് പറയുന്നത് ഇപ്പം നമ്മൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പം നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യിക്കുന്നത്, പോവർട്ടി ഇല്ലാതായിക്കുന്നത്, അതുപോലെ തന്നെ ഇനീക്വാളിറ്റി ഇല്ലാത്ത ഒരു ലൈഫ്, അൺഎംപ്ലോയ്മെൻറ്റ് കുറഞ്ഞ ഒരു ലൈഫ്,
ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുക, ആകെ മൊത്തം ടോട്ടലായിട്ടാണ് ഡെവലപ്മെൻറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കാം. അതുപോലെ തന്നെ ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു സാമ്പത്തികമായിട്ടുള്ള മേഖലയിലുള്ള ഡെവലപ്മെൻറ്റ് മാത്രമല്ല ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ ഈ ഡെവലപ്മെൻറ്റും എക്കണോമിക് ഗ്രോത്തും രണ്ടും രണ്ട് ദിശയിലായിട്ട് കിടക്കുന്നത്. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഒരു നാണയത്തിൻ്റെ തുണ്ട് മാത്രമാണെങ്കിൽ, ഈ ഒരു ഡെവലപ്മെൻറ്റിലേക്ക് വരുമ്പം അത് ഈ എക്കണോമിക്കൽ ഗ്രോത്തും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യലായിട്ടുള്ള ഗ്രോത്തും അതുപോലെ തന്നെ കൾച്ചറൽ ആയിട്ടുള്ള ഗ്രോത്ത്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഗ്രോത്ത്, എല്ലാ രീതിയിലുള്ള ഒരു ഗ്രോത്തും കൂടെ കൂടിയിട്ടാണ് എന്ത് പറയുന്നത് നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഒരു എക്കണോമിക് ഗ്രോത്ത് എന്നുള്ളത്. അതിപ്പം ഒരു ഒരു അഥവാ ഡെവലപ്മെൻറ്റ് എന്നൊരു ബ്രോഡർ വേർഷനാണ് നമ്മൾ ഗ്രോത്തിനെ അപേക്ഷിച്ച് എന്നുള്ളതാണ്. അപ്പം അതാണ് നിങ്ങൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. അതുപോലെ തന്നെ നമ്മൾ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ ബെറ്റർ ലിവിങ് സ്റ്റാൻഡേർഡ്സ് വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ എഡ്യൂക്കേഷന്, ഹെൽത്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക, എംപ്ലോയ്മെൻറ്റ് ഉണ്ടാക്കുക, നമുക്ക് നല്ല സമാധാനത്തിൽ നല്ല ഫ്രീഡത്തിൽ ജീവിക്കാനുള്ളൊരു സുഖം നമുക്ക് കിട്ടുക. ഇതൊക്കെയാണ് ശരിക്കും ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ട് ആകെ ഒരു മൊത്തം നമ്മൾ അർത്ഥമാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പം പിന്നീട് അതിൽ പറയുന്ന കാര്യം ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ്. ഇപ്പം നമ്മുടെ ഒരു രാജ്യത്ത് എത്രത്തോളം ഡെവലപ്ഡ് ആയി അല്ലെങ്കിൽ എത്രത്തോളം വികസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഡെവലപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അറിയൽ കുറച്ച് മാനദണ്ഡങ്ങൾ അടിസ്ഥാനത്തിലാണ്. അപ്പം ഇതിൽ നമ്മൾ 4 കാര്യങ്ങൾ നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഈ 4 ഇൻഡെക്സ് വെച്ചിട്ടാണ് ആ രാജ്യത്ത് എത്രത്തോളം വികസനം ഉണ്ടായിട്ടുണ്ട്, എത്രത്തോളം വികസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, എത്രത്തോളം അതിൻ്റെ തോത് കൂടിയിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം HDA, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, മനുഷ്യൻ്റെ അവർ നോക്കിയിട്ടാണ്. അപ്പം അതിൽ കാര്യമായിട്ട് നോക്കുക ലൈഫ് എക്സ്പെക്റ്റൻസി നോക്കും, എഡ്യൂക്കേഷൻ നോക്കും, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഇതൊക്കെ നോക്കിയിട്ടാണ് HDA കാണുക. അപ്പം അതൊരു പ്രധാനപ്പെട്ട ആ ഒരു രാഷ്ട്രത്തിൻ്റെ വികസനം പറയുകയാണെങ്കിൽ HDA നോക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ HPI, ഹ്യൂമൻ പോവേർട്ടി ഇൻഡെക്സ്, ഹ്യൂമൻ പോവേർട്ടി ഇൻഡെക്സ്, എത്രത്തോളം പോവർട്ടി ഉണ്ട് അതിനെ മെഷർ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണത്. അതുപോലെ തന്നെ ഈ പോവർട്ടി ഇല്ലാത്തൊരു രാജ്യം എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നമുക്കറിയാം അത് ഡെവലപ്ഡ് കൺട്രീസിലേക്ക് അടുത്തെത്താനായിട്ടുണ്ട്. അപ്പം അത് നോക്കിയിട്ടും അങ്ങനെ നോക്കാറുണ്ട്. ദെൻ GDI, ജെൻഡർ റിലേറ്റഡ് ഡെവലപ്മെൻറ്റ്, ജെൻഡർ റിലേറ്റഡ് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്നുള്ളതാണ് GDIൻ്റെ ഫുൾ ഫോം. ഇപ്പോൾ ജെൻഡർ ഇനീക്വാളിറ്റിനെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷർ, അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷറാണിത്. ദെൻ GEM, ജെൻഡർ എംപവർമെൻറ്റ് മെഷർ. ഇപ്പം മെഷേഴ്സ് നമുക്കറിയാം വിമൻസിൻ്റെ എത്രത്തോളം എംപവർമെൻറ്റ് ഉണ്ടെന്ന് അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ് GEM എന്നുള്ളത്. അപ്പം അവരൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണോ ആ ഒരു പ്രവർത്തനത്തിൽ എന്നുള്ള രീതിയിലാണ് അതിൽ വരുന്നത്. സോ ഈ ഒരു 4 ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഓരോ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെയും എന്താണ് ഡെവലപ്മെൻറ്റ് അളക്കുക എന്നുള്ളത് മനസ്സിലാക്കട്ടോ. HDI, HPI, GDI, GEM എന്ന് പറയുന്ന ഈ 4 സംഭവങ്ങൾ. ദെൻ പിന്നീട് അതിൽ പറയുന്ന കാര്യമാണ്, ഇപ്പം നമ്മൾ വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യമാണ്, നമ്മൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ പെടുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളൊക്കെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലംസ് എന്ന് പറയുന്നത് കാര്യമായിട്ട് ഒന്നാമത് നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ എന്താ മനസ്സിലേക്ക് വരിക, പോവർട്ടിയാണല്ലേ. ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആളുകളാണ് അധികം. അപ്പം ലോ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു കഴിവ് നമുക്ക് കുറഞ്ഞ പ്രൊഡക്ഷൻ മാത്രം. പിന്നെ അതിന് വേറെ കാരണം എന്താ വെച്ചാൽ പോപ്പുലേഷൻ കൂടുതലാണ്. അപ്പം അത് ഒക്കെപാടെ മിക്സ്ഡ് ആയി വരുമ്പം എന്താണ് ഒരു ഓവറോൾ നമ്മളെന്താണ് നമ്മളെ ഇത് താഴ്ന്നിങ്ങനെ പോവുകയാണ്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ടെക്നോളജി. ഇപ്പം ഡെവലപ്ഡ് കൺട്രീസിനെ അപേക്ഷിച്ച് ഒരിക്കലും ഡെവലപ്പിംഗ് കൺട്രീസിന് ടെക്നോളജീസ് ഓവറായിട്ട് ഉണ്ടാവില്ല. അപ്പം അവർക്ക് ആവശ്യമുള്ള മിനിമം ആയിട്ടുള്ള ടെക്നോളജീസും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പം അതുപോലെ തന്നെ റാപ്പിഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷന് വളരെയധികം ബാഡായിട്ട് നമ്മുടെ ഇന്ത്യനെ ബാധിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ എന്ന് പറയുമ്പോൾ എത്ര അതിൽ നിന്ന് കരകയറാൻ ശ്രമിച്ചാലും കഴിയാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം നമ്മുടെ ഈ പോപ്പുലേഷനിലുള്ള ഈ ഗ്രോത്ത് തന്നെയാണ്. അപ്പം അതുണ്ടാകുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾക്ക് റിസോഴ്സസിന് കേടുപാടുകൾ പറ്റും, എൻവയോൺമെൻറ്റിന് അത് ഡാമേജ് ആകും, അങ്ങനെ പല പ്രശ്നത്തിലേക്കും അത് എത്തിക്കും എന്നുള്ളതാണ്. പിന്നീട് ഇതിൽ പറയുന്ന കാര്യം നമ്മുടെ ഡെവലപ്മെൻറ്റും സസ്റ്റൈനബിലിറ്റി തമ്മിലുള്ളൊരു പറയുന്നുണ്ട്. അപ്പം നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുമ്പം അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക നമ്മൾ ഈ നാച്ചുറൽ റിസോഴ്സസിന് മേലുള്ള ഒരു പ്രഷർ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ആളുകൾ വർദ്ധിപ്പിക്കുന്നതാണ് നാച്ചുറൽ റിസോഴ്സസ് മതിയാവാതെ വരും. അപ്പം അത് കൂടുതലായിട്ട് എന്ത് ചെയ്യും, അത് അതിൻ്റെ ഉപഭോഗം കൂടുതലാവും. അപ്പം അങ്ങനെ വരുന്ന പല പ്രശ്നങ്ങളും. അപ്പം എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ ഉണ്ടാവും. ഈ എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ ഉണ്ടായാൽ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും. അപ്പം ഡെവലപ്ഡ് കൺട്രീസ് ആണ് കൂടുതലായിട്ട് പൊല്യൂഷൻസ് പുറന്തള്ളപ്പെടുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം കൂടുതലായിട്ട് കാർബണൊക്കെ ഏറ്റവും കൂടുതലായിട്ട് പുറന്തള്ളപ്പെടുന്നത് ഈ ഡെവലപ്ഡ് കൺട്രീസ് ആണ്. അപ്പം ഈ ഡെവലപ്മെൻറ്റും ഈ ഒരു സസ്റ്റൈനബിലിറ്റി തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്. അത് ഡെവലപ്മെൻറ്റ് ഉണ്ടായി എന്ന് വിചാരിച്ച് സസ്റ്റൈനബിൾ ആയിക്കൊള്ളണം എന്നുമില്ല, ഡെവലപ്ഡ് ഇല്ല എന്ന് വിചാരിച്ച് സസ്റ്റൈനബിൾ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അത് നമ്മളൊരു കണക്ഷനാണ് അവിടെ പറയുന്നത്. ദെൻ പിന്നീട് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിലിറ്റി പറയുന്നുണ്ട്. സസ്റ്റൈനബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ലോങ് ടേം ആയിട്ടുള്ള ഒരു മെയിൻ്റനൻസ് ആണ് കേട്ടോ ഈ സസ്റ്റൈനബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്കറിയാമ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ വലിയ ഹ്യൂമൻ സിസ്റ്റംസിൻ്റെ ഒക്കെ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു മെയിൻ്റനൻസ്, അതായത് ദീർഘകാലങ്ങൾക്ക് ഉള്ള ഒരു മെയിൻ്റനൻസ്, അവിടെ ഒരു സംരക്ഷണം അവിടെ ആവശ്യമാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് ചെയ്യുകയാണെന്ന് പറയുകയാണെങ്കിൽ അത് കുറച്ച് കാലത്തേക്ക് മാത്രമാണെങ്കിൽ അതൊരിക്കലും നമുക്കെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു വികസനമാണ് നമുക്കത് പറയാൻ പറ്റില്ല. ആ ഒരു വികസനം കൊണ്ട് ഈ ഒരു കാലഘട്ടത്തോ ഇനി വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തോ ഒന്നും ഒരു ആപത്തുകളും അല്ലെങ്കിൽ ഒരു
വിപത്തുകളും അതിൽ ബന്ധപ്പെട്ട് ഉണ്ടാവാത്തൊരു വികസനത്തിനെയാണ് എന്ത് പറയുന്നത് സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം അതാണ് കേട്ടോ ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വേർഷൻ എന്ന് പറയുമ്പോൾ അത് ലോങ് ടേം ആണ്. അത് ഒരിക്കലും അത് ലോങ് ടേം ആയിട്ട് ചിന്തിക്കുമ്പം ഒരു മോശമായിട്ടുള്ള ഒന്നും അതിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അതിനെയാണ് എന്ത് പറയുന്നത് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം പ്രധാനമായിട്ടും ഇത് എയിം ചെയ്യുന്നത് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിൻ്റെ പ്രൊട്ടക്ഷൻ തന്നെയാണ്. അത് നമുക്ക് ഫ്യൂച്ചർ ജനറേഷൻസിനും ആവശ്യമുള്ള കാര്യമാണല്ലേ. അപ്പം അതാണ് അവിടെ പറയുന്നത്. അതാണ് കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിലിറ്റി എന്നതുകൊണ്ട് സുസ്ഥിരത എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്തിന് സഹായിക്കുന്നുണ്ട്? സസ്റ്റൈനബിലിറ്റി അഥവാ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് സസ്റ്റൈനബിലിറ്റിക്ക് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് എന്താണ് ഒരു എൻവിയോൺമെൻറ്റൽ സോഷ്യലി അല്ലെങ്കിൽ എക്കോണമിക്കലൊക്കെ ആയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബാലൻസ് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്നതും ഈ ഒരു സസ്റ്റൈനബിലിറ്റിയാണ്. അവിടെ താഴെ പറയുന്നുണ്ട് ടൈപ്സ് ഓഫ് സസ്റ്റൈനബിലിറ്റി പറയുന്നുണ്ട്. അപ്പം ഈ സുസ്ഥിരത ഏതൊക്കെ മേഖലകൾ നമ്മൾ നിലനിർത്തണം? നമ്മൾ വെറും ഒരു എക്കണോമിക്കലായിട്ട് സുസ്ഥിരത മാത്രം ഉണ്ടായാൽ മതിയോ? അല്ല, എൻവിയോൺമെൻറ്റൽ മാത്രമായിട്ട് സുസ്ഥിരത ഉണ്ടായാൽ മതി. നമ്മൾ 3 മേഖലയിലും നമ്മൾ സസ്റ്റൈനബിലിറ്റി നിലനിർത്തണം. ഒന്ന് എൻവിയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി, ദെൻ എക്കണോമിക്കൽ സസ്റ്റൈനബിലിറ്റി, ദെൻ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. അപ്പം എൻവിയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അപ്പം എൻവിയോൺമെൻറ്റ് നമ്മുടെ ആലോചിക്കുമ്പോൾ എന്താ ആലോചിക്കുക? നാച്ചുറൽ റിസോഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ ആണ് ആലോചിക്കുക. ദെൻ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോഴോ സാമ്പത്തികമായിട്ട് നമുക്ക് എപ്പോഴാണ് നേട്ടമുണ്ടാവുക? അപ്പോൾ നമ്മളൊരു കച്ചവടം ചെയ്യുകയാണെങ്കിൽ നമ്മൾ 100 രൂപക്ക് നമ്മൾ ആ ഒരു സാധനം നമ്മൾ നമുക്ക് ആ സാധനം വാങ്ങാൻ 100 രൂപ ചിലവായെങ്കിൽ ഒരു 150 രൂപ നമുക്ക് അതിൽ നിന്ന് വരുമാനം, അത് വിൽക്കുമ്പോൾ നമുക്ക് 150 രൂപ കിട്ടിയാൽ എന്താവും? നമ്മുടെ ചിലവിനേക്കാൾ കൂടുതൽ നമുക്ക് വരുമാനം കിട്ടും. നമുക്ക് ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടുകയാണ്, നമ്മൾ പ്രോഫിറ്റ് കിട്ടുകയാണ്. അതിനെയാണ് എന്ത് പറയുന്നത്? എക്കണോമിക്കൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മളെ ചിലവിനേക്കാൾ കൂടുതൽ വരുമാനം നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി നേടിയിട്ടുണ്ടെന്ന് പറയാം. ദെൻ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നതോ നമ്മുടെ സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടുകളിലുള്ള നമ്മുടെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള നമ്മുടെ കണ്ടീഷൻ, അതിനെയാണ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിലായിക്കോട്ടെ പല മേഖലയും ഇനീക്വാലിറ്റി ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നതിനെയാണ് എന്ന് പറയുന്നത് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ ഈ 3 മേഖലയിലും സസ്റ്റൈനബിലിറ്റി നിലനിർത്തേണ്ടത് എന്താണ്? നമ്മുടെ ആവശ്യകതയാണ്. ദെൻ പിന്നീട് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നതാണ് ക്ലൈമറ്റ് ചേഞ്ച് മീനിങ് ആൻഡ് ഇമ്പാക്റ്റ് എന്നുള്ളത്. ഇതിൽ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണോ? ഒരിക്കലും അല്ല. ഒരുപാട് വർഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു മാറ്റമാണ് അതെന്താണ് ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് അത് മാറുന്നത്. അപ്പം അതിൻ്റെ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ലോങ് ടേം ആയിട്ടുള്ള ഒരു ചേഞ്ചിനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഇതിന് മെയിൻ കാരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞ് എനിക്ക് തന്നെ ബോറടിക്കുന്നു. ഇപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കും ബോറടിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ പറയുന്ന ഓരോ കാര്യത്തിൻ്റെ ചോട്ടിൽ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം അവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഗ്രീൻ ഹൗസസ് ഗ്യാസിൻ്റെ എമിഷൻസ് കൂടുതലായിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നത് എന്തിനു കാരണമാവും? ഈ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാവും. അതുപോലെ തന്നെ അതെന്താണ് കൂടുതലായിട്ട് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണമാണല്ലോ അത് വരുന്നത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബേണിംഗ് ഫോസിൽ ഫ്യൂൾസ് കത്തിക്കുന്നതിൽ പറയുന്നുണ്ട്. ഇതൊക്കെ കത്തിക്കുമ്പോൾ എന്ത് കൂടും? അതെ, ഗ്ലോബൽ വാർമിങ്ങിന് അത് കാരണമാകുന്നത്. പിന്നെ അതെന്താണ് ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് അത് എത്തുന്നു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത്. അത് ഒരു വർഷം കൊണ്ടോ കേവലം 2 വർഷം കൊണ്ടോ ഉണ്ടാകുന്ന ഒരു സംഭവമല്ല, വർഷങ്ങളോളം എടുത്തിട്ട് വരുന്ന ഒരു ചേഞ്ചാണത്. അപ്പം ഇങ്ങനെ എന്തൊക്കെ ഇമ്പാക്റ്റുകളാണ് ഒരു ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതൊരു 10 എണ്ണമെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ അങ്ങോട്ട് കത്തിച്ച് വെക്കുക. നിങ്ങൾ എക്സാം എഴുതുമ്പോൾ കസർത്തി അങ്ങോട്ട് എഴുതാനുള്ള 10 പോയിന്റുകൾ എന്തൊക്കെ ഇമ്പാക്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഉണ്ടാകുന്നുള്ളത് മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിച്ച് വെക്കുക. ഫസ്റ്റ് ടെമ്പറേച്ചർ റൈസ് ചെയ്യും. ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നതാണ് ടെമ്പറേച്ചർ കൂടാൻ. ചൂട് കൂടുന്നുണ്ടല്ലോ, ഇപ്പം ചൂടുണ്ടല്ലോ, അതിപ്പോൾ നമ്മളെ അവസ്ഥ അറിയാലോ. അപ്പോൾ ചൂട് കൂടുന്ന അതൊരു കാരണമാകും. അതുപോലെ തന്നെ ഫ്ലഡ്സ് ഉണ്ടാവാനും അതുപോലെ തന്നെ ഡ്രോട്ട്സ് ഉണ്ടാവാനും. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ വെറും ചൂട് മാത്രം എന്നല്ല, അപ്പം എന്താണ് ഫ്ലഡ്സ് ഉണ്ടാവാൻ കാരണം മഴ അങ്ങോട്ട് പെയ്തിട്ട് എന്താണ് കുത്തി ഒലിച്ച് അങ്ങോട്ട് പോവുകയാണ്. അപ്പം അത് എന്തിന് കാരണമാവും? ഫ്ലഡ്സിന് കാരണമാവും. അതുപോലെ തന്നെ ഡ്രൗട്ട്സ്, വരൾച്ച. ഇപ്പം ചൂട് കൂടി കഴിയുമ്പം നമ്മുടെ വെള്ളമൊക്കെ വറ്റി വരണ്ട് ഒരു വരൾച്ച അനുഭവപ്പെടും. അതും ഈ ഒരു ഇമ്പാക്റ്റ് തന്നെയുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് വരുന്ന ഇമ്പാക്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഗ്ലേഷ്യേഴ്സ് മെൽറ്റിങ്. നമുക്കറിയാം ഈ ഗ്ലേഷ്യർ എന്ന് പറയുമ്പോൾ എന്താണ്? ഹിമാനികളിലെ അത് നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിട്ടുള്ള ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ ഗ്ലേഷ്യറൊക്കെ മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വെള്ളം പോവുക സീക്കാണ്. അപ്പം ആ സീയിലുള്ള വെള്ളത്തിൻ്റെ അളവ് അതിൽ കൂടുമ്പം നമ്മുടെ കരയെപ്പോലും വിഴുങ്ങാനുള്ള വെള്ളം ഈ ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ആവുന്നതിലൂടെ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഈ ഗ്ലേഷ്യർ മെൽറ്റിംഗ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അത് സീ ലെവൽ റൈസ് ചെയ്യാനത് കാരണമാവുന്നുണ്ട്. അപ്പം ഒരു കാരണത്തിന് പുറമെ തന്നെ അത് മറ്റൊരു കാരണത്തിനും കൂടെ കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രോംസ്, കൊടുങ്കാറ്റുകൾക്ക് കാരണം ഉണ്ടാകുന്നുണ്ട് ഈ ക്ലൈമറ്റ് ചേഞ്ച് കേട്ടോ. അതുപോലെ തന്നെ വാട്ടർ സ്കേഴ്സിറ്റി, വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ സ്പ്രെഡ് ഓഫ് ഡിസീസസ്, ഒരുപാട് തരത്തിലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ വരാനൊക്കെ ഈ ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പോൾ ചൂട് കൂടുമ്പോൾ സൂര്യൻ്റെ നേരിട്ടുള്ള ആ ഒരു ചൂട് ഏൽക്കുമ്പോൾ തന്നെ പല രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പം അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഡാമേജ് പറയുന്നുണ്ട്. അപ്പം നമുക്കൊക്കെ അറിയാം കൂടുതലായിട്ടും അഗ്രികൾച്ചറിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉള്ള ആൾക്കാർ. അപ്പം ഇങ്ങനെ വെള്ളം ഇല്ലാതായി കഴിഞ്ഞാലും അഗ്രികൾച്ചർ പോകും. ഫ്ലഡ് അത്
വെള്ളപ്പൊക്കമായി കഴിഞ്ഞാലും അഗ്രികൾച്ചർ നശിച്ചു പോകും. അപ്പോൾ ഏതൊരവസ്ഥയാണെങ്കിലും അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു നാശനഷ്ടം തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ് ആയിട്ട് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിനെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന് എതിർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെതിരെ ഉള്ള ചെറിയൊരു ഒരു കൂട്ടായ്മയിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് എഗ്രിമെൻറ്റുകൾ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞു. പക്ഷേ അതിൽ പൂർണ്ണമായിട്ടും ക്ലൈമറ്റ് ചേഞ്ചിനെ മാത്രം പിന്തുണക്കുന്ന അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഉണ്ടായിട്ടുള്ള 3 എഗ്രിമെൻറ്റിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിലൊന്ന് പറയുന്നത് ഇന്റർ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. 1988 അത് ഫോം ചെയ്തിട്ടുള്ളത് കേട്ടോ. 1988 ഫസ്റ്റ് ഇന്റർ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന് ആദ്യമായിട്ട് എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നത് 1982 അതുപോലെ തന്നെ രണ്ടാമതായിട്ട് UNFCC, ഇത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. ഇത് 1992 നമ്മുടെ റിയോ സമ്മിറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പദ്ധതിയിൽപ്പെട്ടൊരു എഗ്രിമെൻ്റാണ്. ഒരുപാട് പദ്ധതികൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു എഗ്രിമെൻ്റാണ് എന്ത് UNFCC എന്ന് പറയുന്നത്. അത് എന്തിനു ബേസ് ചെയ്തിട്ടുള്ളതാണ്? ക്ലൈമറ്റ് ചേഞ്ചിനെ മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അതൊരു ക്യോട്ടോ പ്രോട്ടോകോൾ, അത് ഞാൻ പറഞ്ഞു 1997 ഉണ്ടായിരുന്നത്. എന്തിനു ബേസ് ചെയ്തിട്ടുള്ളതാണ്? ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ അതിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ട് എന്തിനായിരുന്നു? ഗ്രീൻ ഹൗസസ് ഗ്യാസസ് എമിഷൻ ചെയ്യുന്നതിന് എതിരായിട്ടുള്ള അഥവാ അതിൻ്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളൊരു എഗ്രിമെൻ്റ് ആയിരുന്നു. അപ്പം ഈ ഒരു 3 കാര്യങ്ങളാണ് അതിൽ അവിടെ പറയുന്നത്. ദെൻ CBDRനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പം കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞല്ലോ. അപ്പം അതാണ് പറയുന്നത്. അപ്പം ഇതിന് ഡീറ്റെയിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം എന്താണ്? ഓൾ കൺട്രീസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ക്ലൈമറ്റ് ചേഞ്ച് പ്രൊട്ടക്ഷൻ. എല്ലാവരും എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച് പ്രൊട്ടക്ഷൻ എന്താണ്? റെസ്പോൺസിബിൾ ആണ് എന്നുള്ളത് എല്ലാ രാജ്യക്കാരും. അതുപോലെ തന്നെ ഡെവലപ്ഡ് കൺട്രീസിന് എന്തുണ്ട്? ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ദെൻ നമുക്കിനി CBDRനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നാണ് CBDRൻ്റെ ഫുൾ ഫോം. ഇതെന്താണ്? ഒരു പ്രിൻസിപ്പിളാണ് നിങ്ങളുടെ ആലോചിക്കുക. ഇതെന്താണ്? ഒരു പ്രിൻസിപ്പിളാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? ക്ലൈമറ്റ് ചേഞ്ചിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ആ ഒരു പ്രശ്നത്തെ ഇല്ലാതാക്കാൻ, അതിൻ്റെ ഇമ്പാക്റ്റ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്വം ആണ് ഇതിലൂടെ പറയുന്നത്. ആ തത്വത്തിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊരു കീ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തത്വമാണ്. എന്തിനെ കുറിച്ചിട്ടുള്ള? ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് പോളിസി. നമ്മൾ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കീ പ്രിൻസിപ്പിളാണ് ഇത് എന്നുള്ളതാണ്. അപ്പം ഇത് അർത്ഥമാക്കുന്നത് എന്താ ചോദിച്ചാൽ എല്ലാ രാജ്യങ്ങളും ഈ ഒരു എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ റെസ്പോൺസിബിലിറ്റബിൾ ആണ്, അഥവാ എല്ലാവരും റെസ്പോൺസിബിൾ ആണ്. എല്ലാ രാജ്യക്കാർക്കും അത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ എന്നുള്ളത് റെസ്പോൺസിബിലിറ്റി ചെയ്തേ പറ്റൂ. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ കുറച്ച് ഡിഫറെൻറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളും കൂടെ നോക്കിയിട്ടാണ് അത് ആർക്കാണ് കൂടുതൽ ഉത്തരവാദിത്തം, ആർക്കാണ് കൂടുതൽ ഉണ്ടാവുക എന്നുള്ളത് പറയുന്നത്. അതിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ്? ഹിസ്റ്റോറിക്കൽ പൊല്യൂഷൻ, ആരാണ് കൂടുതലായിട്ട് പൊല്യൂഷൻ കൊണ്ടുവരുന്നതെന്നും, അതുപോലെ തന്നെ ഇക്കണോമിക് കപ്പാസിറ്റി ആർക്കാണ് കൂടുതലുള്ളതെന്നും, അതുപോലെ തന്നെ ടെക്നോളജിക്കൽ കപ്പാസിറ്റി ആർക്കാണ് ടെക്നോളജി പരമായിട്ട് കൂടുതൽ കപ്പാസിറ്റി ഉള്ളത്. അപ്പം ഈ 3 കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്കറിയാം. ഇതൊക്കെ ആർക്കാണ് ഉണ്ടാവുക? ഡെവലപ്ഡ് കൺട്രീസിനാണ് ഉണ്ടാവും. അവർക്ക് തന്നെയാണ് കൂടുതലായിട്ട് ഉത്തരവാദിത്തങ്ങൾ ഉള്ളത് എന്നാണ് ഈ ഒരു തത്വം പറഞ്ഞു വെക്കുന്നത്. സാധാരണ ഈ ഡെവലപ്ഡ് കൺട്രീസൊക്കെ എന്താണ്? അതിൽ നിന്നും എല്ലാം ഊരിപ്പോരാനാണ് ശ്രദ്ധിക്കുക. കാരണം അവരാണ് കൂടുതൽ എമിഷൻസ് പുറന്തള്ളപ്പെടുന്നത്, അവർക്കാണ് കൂടുതൽ അതിനെക്കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്നതും. അത് കൂടുതലായിട്ടും നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനാണ്. കാരണം ഇവർ ഒന്നും പുറന്തള്ളപ്പെട്ടിട്ടില്ലെങ്കിലും അവരൊക്കെ അതിൻ്റെ പശ്ചാത്താപം അനുഭവിക്കുന്ന ചെയ്യുന്നുണ്ട്. അഥവാ ഇതുകൊണ്ടുള്ള ഇമ്പാക്റ്റുകൾ ഇവർക്ക് എല്ലാവർക്കും ബാധകമാണ്. അപ്പം ഈ ഒരു കാര്യമാണ് കാര്യമായിട്ട് നമ്മുടെ CBDR മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് നമ്മുടെ യുണൈറ്റഡ് നേഷൻസിൻ്റെ കോൺഫറൻസിൽ നിന്നാണ് ഇതിൻ്റെ ഒരു ഒറിജിൻ ഇതുണ്ടാകുന്നത്, ഇതിൻ്റെ ഒരു മെയിൻ ഐഡിയ ഉണ്ടാകുന്നത്. അപ്പം ഒരു മെയിൻ ഐഡിയ എന്ന് പറഞ്ഞത് എന്താണ്? നമുക്കറിയാലോ, ഡെവലപ്ഡ് കൺട്രീസിൽ എന്താണ് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത് ആരാണ്? എൻവയോൺമെൻറ്റൽ പരമായിട്ട് ഡാമേജ് കൂടുതൽ ഉണ്ടാക്കുന്നത് ഡെവലപ്ഡ് കൺട്രീസ് ആണ്. അതുപോലെ തന്നെ അവരെന്താണ്? കൂടുതൽ ഇൻഡസ്ട്രിയലൈസേഷൻ ആയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് അത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാൻ കാരണമായത് എന്നും കൂടി ആലോചിച്ച് വെക്കുക. അതുപോലെ നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസിൽ എന്താണ്? കുറഞ്ഞ രീതിയിൽ മാത്രം ആണ് എമിഷൻസ് ഉണ്ടാക്കുന്നുള്ളൂ. നമ്മൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ കുറഞ്ഞ അതിൽ മാത്രമാണ് എമിഷൻസ് പുറന്തള്ളപ്പെടുന്നുള്ളൂ. എങ്കിൽ പോലും അവർക്ക് എന്താണ്? ഒന്നുകൂടെ ഡെവലപ്മെൻറ്റൽ തരമായിട്ട് അവർക്കൊന്നുകൂടെ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ആവശ്യമുണ്ട് താനും. എന്നാൽ അവർക്ക് എന്താണ്? ഈ ഒരു ഗ്ലോബൽ ചേഞ്ച് വരുമ്പോൾ അത് താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലതാനും. അതാണ് നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ഒക്കെ അവസ്ഥ. അപ്പോൾ അവർക്കൊന്നും കൂടെ മുൻതൂക്കം കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു CBDR തത്വത്തിൽ പറയുന്നത്. ദെൻ ഇതിൽ പറയുന്നത് ഈ ഡെവലപ്ഡ് കൺട്രീസിന് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യണം? റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻസ്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് പുറന്തള്ളപ്പെടുന്നത് കുറക്കണം. അത് അവർക്കുള്ള ഉത്തരവാദിത്തമാണ്, അവരെന്ത് ചെയ്തേ പറ്റൂ. ദെൻ രണ്ടാമതായിട്ട് പറയുന്നത് അവരെന്ത് പ്രൊവൈഡ് ചെയ്യണം? ടെക്നോളജി അവർ മറ്റുള്ള രാജ്യങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം, അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് അവർ കൊടുക്കണം മറ്റുള്ള രാജ്യങ്ങൾക്ക്, അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ അസിസ്റ്റൻസ് ടു ഡെവലപ്പിംഗ് കൺട്രീസിനെ അസിസ്റ്റ് ചെയ്യേണ്ടതും ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട്. അപ്പം ഈ ഒരു ഉത്തരവാദിത്തങ്ങൾ മുഴുവനും എന്താണ്? ഈ CBDR എന്ന് പറയുന്ന ഒരു തത്വം ഡെവലപ്ഡ് കൺട്രീസിന് മേൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അത് അവർ ചെയ്തേ പറ്റൂ എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട നിർബന്ധം ആയത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസ് എന്താണ്? അത് താങ്ങാനുള്ള ശേഷി അവർക്കില്ല. അപ്പം അവർ ഒന്നുകൂടെ വൾണറബിൾ ആണ് ആ ഒരു കാര്യത്തിൽ. അപ്പം അവർക്ക് കൂടുതലായിട്ട് എന്ത് വേണം? കോപ്പറേഷൻ വേണം. മറ്റുള്ള രാജ്യങ്ങളായിട്ട് ഒരു ഗ്ലോബൽ കോപ്പറേഷൻ അവർക്ക് ആവശ്യമാണ്. നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഫക്റ്റീവായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അതിന് എന്താണ്? നല്ലൊരു ഗ്ലോബൽ കോപ്പറേഷൻ ആവശ്യമാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ US ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ US എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഒരു ലോകത്ത് ഏറ്റവും കുറഞ്ഞൊരു പോപ്പുലേഷൻ മാത്രമേ അവർ എന്ത് ചെയ്യുന്നുള്ളൂ? അവർ വഹിക്കുന്നുള്ളൂ. പക്ഷേ അവരൊക്കെ
പുറത്തു വിടുന്ന കാർബണിൻ്റെ ഒരു എമിഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അപ്പം ആ യു എസിനെ പോലുള്ള രാജ്യങ്ങൾ കൂടുതലായിട്ടും എന്ത് ചെയ്യണം, ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റുകൊടുത്തിട്ടുള്ള മറ്റ് രാജ്യങ്ങൾക്ക് എന്താണ് ഇതിന് താങ്ങാൻ പറ്റുന്ന ടെക്നോളജീസ് അവർ തീർച്ചയായിട്ടും അവരത് ട്രാൻസ്ഫർ ചെയ്ത് അവർക്ക് എന്താണ് നല്ല രീതിയിലുള്ള സഹകരണം അവർ ഉറപ്പാക്കണം എന്നുള്ളതാണ് ഇതിലൂടെയൊക്കെ പറഞ്ഞു വെക്കുന്നത്. ഇത് നമ്മളെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ഡെവലപ്മെൻറ്റ്, സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഈ മൂന്ന് തമ്മിൽ ഡെവലപ്മെൻറ്റും സസ്റ്റൈനബിലിറ്റിയും ക്ലൈമറ്റ് ചേഞ്ചും തമ്മിൽ എത്രത്തോളം ഇന്റർ റിലേറ്റഡ് ആണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു മൂന്ന് കാര്യങ്ങളും എന്താണ് ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പം ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭീകരനാരാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആരൊക്കെ ത്രട്ടൺ ചെയ്യുന്നുണ്ട്, ഡെവലപ്മെൻറ്റിനെയും അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ആയിട്ടുള്ള വെൽബീങ്ങിനൊക്കെ ത്രട്ടൺ ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്, ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനുണ്ട്. ഇപ്പം ഇൻഡസ്ട്രിയലൈസേഷനും എന്നൊക്കെ പറയുമ്പോൾ കൂടുതലായിട്ടും അത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒക്കെ എമിഷൻ ചെയ്യാനത് കാരണമാകും. അപ്പോൾ അതൊക്കെ കൂടുതലായിട്ടും ബാധിക്കുന്നത് പൂറായിട്ടുള്ള കൺട്രീസിനെയാണ്. അപ്പം അത് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനോട് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഈ പാവപ്പെട്ട രാജ്യങ്ങളാണെന്നുള്ളതാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് എഫക്റ്റുകളില്ലേ, സീ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത്, ഫ്ലഡ്, അതുപോലെ തന്നെ റോഡ്സ്, ദെൻ വാട്ടർ സ്കേഴ്സിറ്റി, ക്രോപ്പ് ഡാമേജ്, അതുപോലെ തന്നെ സ്പ്രെഡ് ഓഫ് ഡിസീസസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്. ക്ലൈമറ്റ് ചേഞ്ചാണ് വന്നു കഴിഞ്ഞാൽ വരുന്ന ഇമ്പാക്റ്റുകളാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ. അപ്പം ഇതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളത് ചോദിച്ചാൽ, അപ്പം നമുക്ക് ഈ ഒരു വികസനം നടക്കുമ്പോൾ ലോ ആയിട്ടുള്ള ഒരു കാർബൺ ഡെവലപ്മെൻറ്റാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം കാർബൺ കുറഞ്ഞ രീതിയിൽ മാത്രം പുറന്തള്ളപ്പെടുന്ന ഒരു ഡെവലപ്മെൻറ്റ്, അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ദെൻ ബെറ്റർ നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റ്. നമ്മൾ നാച്ചുറൽ റിസോഴ്സിനെ കൂടുതലായിട്ടും നല്ല രീതിയിൽ അത് മാനേജ്മെൻറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള കോപ്പറേഷൻ, എല്ലാ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ ക്ലൈമറ്റ് ആക്ഷനും നമുക്ക് എന്ത് വേണം, ഒരു ഗ്ലോബൽ ആയിട്ടുള്ള കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് പോലത്തെ വലിയ വലിയ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഒരു തടയണ ഇടാൻ പറ്റുള്ളൂ. അപ്പം അതിനൊരു കോപ്പറേഷൻ ആവശ്യമാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു ക്ലാസ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിലൂടെ പറയുന്നുള്ളൂ. സോ എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക.